ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ കൊത്തു പൊറോട്ടയാണ്. നമ്മുടെ വീട്ടിൽ, അതായത് വെജിറ്റേറിയൻ ആൾക്കാർക്ക് മാത്രം കഴിക്കാനുള്ള ഒരു ഡിഷാണ്. അതായത് മുട്ടയോ ചിക്കനോ ഒന്നും ഇല്ലാതെ ഒരു കൊത്തു പൊറോട്ട നമുക്ക് വീട്ടിലുണ്ടാക്കാം. നമ്മൾ സാധാരണ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കൊത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ അത് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ നമുക്ക് നോക്കാം. 2 സവാള, വലിയ സവാള അരിഞ്ഞത്, ഒരു ടൊമാറ്റോ, വലിയ ടൊമാറ്റോ, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കരിവേപ്പില, ഒരു 4 പച്ചമുളകും, ഒരു പകുതി നാരങ്ങ, ഒരു സകലം മല്ലിയില, ഇതെല്ലാം ഇതിൻ്റെ ആവശ്യമാണ്. പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊറോട്ട ഇത് നമ്മൾ കൊത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യണം, അതിന് ഞാൻ മിക്സിയിൽ വെച്ച് നമുക്ക് അതിനെ റെഡിയാക്കി എടുക്കാം. ഇതാണ് പൊറോട്ട. നമുക്ക് ഇനി മിക്സിയിൽ ഇതിനൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ പൊറോട്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിച്ചാത്തി വെച്ച് നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ചെറിയ പീസാക്കാൻ വേണ്ടി നമ്മൾ മിക്സിയിലിട്ട് ഒരു അടി അടിക്കാം. ഇത് നല്ല മേശയാണ്, വൃത്തിയാക്കിയിട്ടുള്ളതാണ്. ആൾക്കാർ വിചാരിക്കും മേശയിലെ പുറത്തുനിന്ന് ഇടണമെന്ന് വിചാരിക്കും. ഇത് കുക്കറിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു മേശയാണ്. ഇത് എപ്പോഴും വൃത്തിയായിരിക്കും. ഇപ്പം നിങ്ങൾ വീട്ടിൽ ഒരു കടയിൽ നിന്ന് ഒരു 10 പൊറോട്ട വാങ്ങി നിങ്ങൾ വീട്ടിൽ ഇതുപോലെ റെഡിയാക്കാം. നമ്മൾ മിക്സിക്കകത്ത് കുറേശ്ശായിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ചെറിയ തോതിൽ മിക്സി ഓൺ ചെയ്ത് എടുക്കാം. ജസ്റ്റ് ചെറുതായിട്ട് ഓൺ ചെയ്യാമോ. പൊടിഞ്ഞ് കിട്ടി. ഒരു ഒറ്റ കറക്ക് മാത്രം മതി. അതല്ല, ഇതേപോലെ പൊടിച്ചെടുക്കും. ഇതേപോലെ ആയിരിക്കും നമ്മൾ ഹോട്ടലിലൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഇതേപോലെ പൊടിയായിരിക്കും. ഇത് നമ്മൾ അവിടെ ആണെങ്കിൽ നമ്മൾ കമ്പിയിട്ട് അടിച്ചാണ് അതിനെ ചെറുതാക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മിക്സിക്കിലിട്ട് പൊടിച്ചെടുക്കുന്നത്. ഹോട്ടലിലാണെങ്കിൽ ചട്ടുമായിട്ട് കല്ലിലിട്ട് കട രണ്ടു പേർക്കൊക്കെ ആണെങ്കിൽ ഒരു 4 പൊറോട്ട, 2 സവാള, ഇതെല്ലാം കൂടെ നല്ല ഒരു ലാസ്റ്റാണ്. ഓക്കെ, എല്ലാം റെഡിയായി. ഇപ്പോൾ ഒരു 6 പൊറോട്ടയാണ്, 6-7 പൊറോട്ട ഉണ്ടായിരുന്നു. എല്ലാം റെഡിയാക്കി. ഇനി അടുത്ത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാം. വരും. ചട്ടി നല്ല ചൂടാവും. നല്ല വെയിറ്റുള്ള ചട്ടിയാണ്. 5 മിനിറ്റെങ്കിലാവും ഇത് ചൂടാവണമെങ്കിൽ. ഓയിൽ നമ്മൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഡാൽഡയോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ വെളിച്ചെണ്ണയാണ്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മതിയാവും. വെളിച്ചെണ്ണയാണ്. കടുക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. ഇതിന് കടുകിൻ്റെ ആവശ്യമില്ല. കടുക് വറുപ്പാണെങ്കിൽ കടുക് ഇടാം.
നമുക്കിത് നോക്കാം. എണ്ണച്ചട്ടി ചൂടായി. നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടട്ടെ. സവാള ഒന്ന് വാടിച്ച് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മസാലയൊക്കെ ചേർക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതായത് ഗരം മസാലയും മുളക് പൊടി, ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം. കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി. ഇഞ്ചി വെളുത്തുള്ളി ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ, കഴിക്കുന്നവർ മാത്രം ചേർത്താൽ മതി, വേണ്ടെങ്കിൽ ചേർക്കണ്ട. നല്ല ഒന്ന് വാടണം. ഏകദേശം വാടിക്കഴിഞ്ഞു. നമുക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഓപ്ഷൻ അല്ല, നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ക്യാപ്സിക്കം കൂടെ ഇട്ടാൽ ഒരു പ്രത്യേക സ്വാദാണ് അതിൻ്റെ. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അങ്ങനെ പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഒരു കളർഫുള്ളിന് വേണ്ടി മാത്രമാണ് ഈ മുളക് പൊടി ഇടുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ചേർക്കുകയാണെങ്കിൽ അത് നല്ലതാണ്, നല്ല മണം കിട്ടും. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കൊച്ചു പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. ആദ്യം ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. റെഡി ആയി കഴിഞ്ഞു. നമുക്ക് അതിന് പൊറോട്ട ചേർക്കാം. പൊടിച്ച് വെച്ച പൊറോട്ടയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. പൊറോട്ടയും കൂടെ ചേർത്ത് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ്. പൊറോട്ടയിൽ ഓൾറെഡി ഉപ്പ് കാണും. ഓക്കെ, മതി. ഇനി ഗരം മസാല, കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ലെമൺ കൂടെ ചേർക്കാനുണ്ട്. ഈ കളർ ഈ പോലത്തെ കളർ വേണം. ഇതിനാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർക്കുന്നത്, അല്ലെങ്കിൽ ഇത് വേണമായിരിക്കും. ഇനി ഒരു ശകലം, സാധാരണ നോൺ വെജ് പൊറോട്ട ആണെങ്കിൽ ഇതുപോലെ ഗ്രേവിയൊക്കെ അവർ ആഡ് ചെയ്യും. ഞാൻ ഇതുപോലെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ശകലം ടൊമാറ്റോ സോസ്, മാഗി കെച്ചപ്പ് ഒരു 2 സ്പൂൺ മതിയാവും. നാരങ്ങ, ലെമൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരു പകുതിയുടെ പകുതി മതി.
ഒരു ശകലം വെള്ളം തെളിച്ച് കൊടുക്കാം. അപ്പം ഈ മസാല എല്ലാത്തിലും കൂടെ പിടിക്കും. സാധാരണ നോൺ വെജ് ചെയ്യുമ്പോൾ ഒരു ഗ്രേവി ആഡ് ചെയ്യും, ചിക്കൻ്റെ ഗ്രേവിയോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും. മുട്ട ആഡ് ചെയ്യും. മുട്ട അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഇത് മുട്ടയല്ല, ചിക്കനും ഇല്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് അവസാനമായി തീർന്നു. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പ്ലേറ്റിലെടുത്ത് നമ്മൾ പിള്ളേർക്ക് കൊടുക്കാം. ഓക്കെ, നമ്മളെ കൊച്ചുകുട്ടനെ വിളിക്കൂ. എത്തി. ഇപ്പോഴല്ലേ, പിന്നെ പറഞ്ഞാൽ മതി. അവിടെ കൊണ്ടുവയ്ക്കപ്പോ മക്കളിതാ കൊത്തു പൊറോട്ട കഴിച്ച് നോക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്കാം. മക്കൾ കഴിച്ച് നോക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്ക്. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയണം. കഴിക്കേ. കൊള്ളാം. അപ്പ അടിപൊളി. സോസും തരോ? സോസ് വേണോ? തരാം. മതിയോ? വെരി ഗുഡ്. ബൈ. അപ്പൊ ഇതെന്തോന്ന് അപ്പൂപ്പ? ഇതാണ് ഇത്. എന്തോന്ന് ഇതാണോ? ഇതാണ് ബ്രോക്കോളി. ഇത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. ഇത് സലാഡായിട്ട് കഴിക്കാം, വേവിച്ച് കറി വെച്ച് കഴിക്കാം, എല്ലാത്തിലും ഇട്ട് കഴിക്കാം. ബ്രോക്കോളി എന്ന് പറയും. നമ്മുടെ കോളിഫ്ലവർ പോലെ അതിനെക്കാട്ടും നല്ലതാണ് ഇത്. ഉണ്ടോ?